ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ നന്ദകുമാർ. ഗൾഫിലായിരുന്നു. സാറിന് എന്നെ മനസ്സിലായോ? ഒരു 10 വർഷം മുമ്പ് സാർ അജ്മാനിലൊരു ഫംഗ്ഷൻ വന്നപ്പോൾ സാറിനെ പൊന്നാടി അണിയിച്ച് ഞാനായിരുന്നു. ഇപ്പോൾ ഓർമ്മ വന്നോ? ഓ, 10 വർഷം മുമ്പ് പൊന്നാടി അണിയിച്ച ഒരാളെ ഞാൻ മറക്കുക. ഇന്ന് രാവിലെ 9:30 വരെ ഞാൻ നിങ്ങളെ ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. അല്ല, ഞാനിപ്പോൾ ഗൾഫൊക്കെ വിട്ടു. നാട്ടിൽ ചെറിയൊരു സംരംഭം ഇങ്ങനെ ഈ ഓർഗാനിക് കറി പൗഡറിൻ്റെ ഒക്കെ. സാർ അതിൻ്റെയൊക്കെ ഒരാളാണല്ലോ. ഞാൻ ഒന്നിൻ്റെ ഒരാളുമല്ല. വിഷമില്ലാത്ത ഭക്ഷണം ജനങ്ങൾക്ക് കിട്ടണം എന്നൊരു ചെറിയ ആഗ്രഹം മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് സാർ എൻ്റെ ഉദ്ദേശവും. ഇതാ കണ്ടോ, 100% ഓർഗാനിക്കാ. സാറിന് സംശയം ഉണ്ടെങ്കിൽ നാസയുടെ ലാബറട്ടറി കൊണ്ട് പരിശോധിക്കാം. എവിടെ? അമേരിക്കയിൽ നാസയുടെ ലാബിൽ. എന്നാൽ നന്നിട്ടൊരു കാര്യം ചെയ്യും. ഈ മസാലപ്പൊടി നാസയെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടും കൊണ്ടുപോവാ. അല്ല, അത്രയ്ക്ക് ഓതന്റിക്കാന്ന് പറയായിരുന്നു സാർ. പ്രവാസി മസാലപ്പൊടിക്ക് പറ്റിയ പേര്. മിഥുനത്തിലെ ദാഷായണി ബിസ്ക്കറ്റിനൊക്കെ ബെറ്റർ അല്ലേ സാർ? സാറേ, ഞാൻ ഈ പ്രവാസി അസോസിയേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആക്റ്റീവ് ആയിരുന്നുകൊണ്ട് പ്രവാസി നന്ദൻ എന്നൊരു ഇരട്ട പേര് കൂടി ഉണ്ട്. അല്ല, ഈ പേരിന്റെ പേരിൽ അതും കൂടി ഉണ്ടെന്ന് പറയായിരുന്നു. സാർ, ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ചേച്ചിയോടൊന്ന് ഉപയോഗിച്ച് നോക്കാൻ പറഞ്ഞിട്ട് റിസൾട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ പറഞ്ഞാൽ മതി. ഇരിക്കട്ടെ. അപ്പൊ ഞാൻ സാറിന്റെ സമയം കളയുന്നില്ല, എഴുത്ത് കിടക്കട്ടെ. പുല്ല് പറിച്ചാൽ മതി, കൂർക്കയുടെ കടയൊന്നും കളയണ്ട. ഗുഡ് മോർണിംഗ് സാറേ. രാവിലെ തന്നെ തോട്ടത്തിലേക്ക് ഇറങ്ങിയില്ലേ? തന്നെ ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അതായത് നാസയുടെ ലാബിലൊന്നും പോയി എന്നെ ടെസ്റ്റ് ചെയ്യണ്ട. തൻ്റെ മഞ്ഞപ്പൊടി മുളകൊടി ഗംഭീരമാണ്. ശരിക്കും വീട്ടിലുണ്ടാക്കിയതുപോലെ. എൻ്റെ ഭാര്യ വിമലക്കും വളരെ ഇഷ്ടപ്പെട്ടു. ഓ, സാറിന്റെ നാവിന്നൊക്കെ ഇങ്ങനെ ഒരു കമന്റ് കേൾക്കാന്ന് വെച്ചാൽ ഈശ്വരാനുഗ്രഹം സാറേ. അതിൻ്റെ ക്രെഡിറ്റ് ഈശ്വരനൊന്നും കൊടുക്കണ്ട, തൻ്റെ ആത്മാർത്ഥതയ്ക്കുള്ളതാണ്. ഒരു തരി പോലും മായം ചേർക്കാത്ത മസാലപ്പൊടി. അങ്ങനെ എനിക്ക് തോന്നിയത്. ഓ സാറേ, സാർ ഇപ്പം പറഞ്ഞതാ ഇതിൽ നോക്കി ഒന്ന് പറഞ്ഞു തരുമോ? എൻ്റെ ഭാര്യയ്ക്കും കമ്പനിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് സന്തോഷമാവും. അതുകൊണ്ടാണ്. അത് വേണം. പ്ലീസ് സാർ, പ്ലീസ്. വർഷങ്ങളായി ഭക്ഷണത്തിന് പകരം വിഷം കഴിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. പ്രധാനമായും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഈ വിഷം ഇറക്കുമതി ചെയ്ത് അവർ നമ്മളെ തീറ്റുകയാണ്. ഇവിടെയാണ് നന്ദൻ്റെ പ്രവാസി മസാലപ്പൊടിയുടെ പ്രസക്തി. ഉപയോഗിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞാനിത് പറയുന്നത്. ഈ സത്യസന്ധത നിലനിർത്താൻ പ്രവാസിയുടെ പ്രവർത്തകർക്കെന്നും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഗ്രേറ്റ്. ഇതാണ് പരസ്യം. ഇത് പക്ഷേ ഇങ്ങനെ നിന്റെ ഫോണിനകത്ത് മാത്രം ഇരുന്നിട്ട് ഒരു കാര്യമില്ല. നാട്ടുകാർ കാണണം. ശ്രീനിവാസനെ പോലൊരാൾ ഇത്ര സിൻസിയറായിട്ട് പറയുമ്പോൾ ജനങ്ങളതും അവർ പ്രവാസി കറി പൗഡർ ചോദിച്ചു വരും. അത് കറക്റ്റാ. അങ്ങനെ ചെയ്താൽ മൊത്തത്തിലൊരു ഓളുണ്ടാവും. നമസ്കാരം സാർ. അധികം വൈകാതെ തനിക്കൊരു വക്കീൽ നോട്ടീസ് വരും. അത് പറയാനാണ് വിളിച്ചത്. അയ്യോ, എന്തിനാണ് സാർ? പേഴ്സണലായിട്ട് ഞാൻ തന്ന സ്റ്റേറ്റ്മെന്റ് വെച്ച് തൻ്റെ മസാലപ്പൊടിയുടെ പരസ്യം ചെയ്യാൻ ആരോട് തനിക്ക് അനുവാദം തന്നത്? അയ്യോ സാർ, പരസ്യമായിട്ടൊന്നുമില്ല. എൻ്റെ ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തു, അത്രേ ഉള്ളൂ. അതൊക്കെ എനിക്ക് കോടതി പറഞ്ഞാൽ മതി. തൻ്റെ പേരിൽ ഞാൻ ചീറ്റിംഗ് കേസാണ് കൊടുക്കാൻ പോകുന്നത്. IPC 420 പ്രകാരം 3 വർഷം മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടും. അതിൻ്റെ കൂടെ സൈബർ ക്രൈം കൂടി ചേരുമ്പോൾ 2 വർഷം വേറെയും കിട്ടും. അപ്പോൾ പിന്നെ തൻ്റെ മസാലപ്പൊടി ജയിലിൽ വെച്ചുണ്ടാക്കാം. സോറി സാർ, ഞാനിത് ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തേക്കാം. അറിയാതെ പറ്റിപ്പോയതാണ്, സോറി. എൻ്റെ ഭാര്യയും മോളുമാണ് സാർ. സാറിന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കൂടെ കൂട്ടിയതാ. ഇത് ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തേക്കാം. പണ്ട് ഞങ്ങൾ അജ്മാനിലെ സുഹൃത്തുക്കളായിരുന്നു. ആ സൗഹൃദത്തിൻ്റെ പേരിൽ തമാശകൊന്നും തട്ടിക്കറിയതാ. ഓ, ഞാൻ പേടിച്ചു പോയി. ഹലോ ലോറൻസ്. ലൈൻ കട്ടായി. അല്ല, ആളെ കിട്ടിക്കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് ഡിലീറ്റ് ചെയ്തേക്കാം. ഇനിയിപ്പോൾ ഡിലീറ്റ് ഒന്നും ചെയ്യണ്ട, എല്ലാവരും കണ്ടു കഴിഞ്ഞില്ലേ. പക്ഷെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് പാടില്ല. അതൊരിക്കലും ഉണ്ടാവില്ല സാർ. മായം ചേർത്തൊരു സാധനം പ്രവാസിന്ന് പുറത്തേക്ക് പോവില്ല. അത് മതി. സർ, ഞങ്ങൾക്കൊരു സെൽഫി. പിന്നെന്താ, സെൽഫി എടുത്ത് ഒരു കാപ്പിയും കുടിച്ചിട്ട് പോയാൽ മതി. കുറച്ച് കുരുമുളകിന്റെ തൈയാണ്. നന്ദനെന്താ ഈ ഫാമിലിയിലല്ലേ? അതെ, നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമുക്കും കൂടിയാ. ഇതൊരു ഹോസ്പിറ്റൽ അല്ലേടോ. ഒരു പോലീസുകാരൻ ഇവിടെ നിന്ന് സീറ്റ് വലിച്ചാൽ നാട്ടുകാർ ഓപ്പറേഷൻ തിയേറ്റർ കയറി സീറ്റ് വലിക്കും. താ റിപ്പോർട്ട് എടുത്തോ. റിപ്പോർട്ട് സാറ് വന്നിട്ട് എഴുതാന്ന് കരുതി.
തന്നെ പിന്നെ എന്തിനാടോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഞാൻ വരുന്നതിന് മുമ്പേ റിപ്പോർട്ടൊക്കെ റെഡിയാക്കാനല്ലേ തന്നെ നേരത്തെ ഇങ്ങോട്ട് അയച്ചത്? സാറോ നിന്ന് തന്നാ മതി, ബാക്കിയെല്ലാം ഞാൻ ചെയ്തോളാം. മോർണിംഗ് സർ. ആ തലയ്ക്ക് ഈ ഭാഗത്തേറ്റ അടിയുടെ ആഘാതത്തിലാണ് ബ്ലഡ് പടർന്ന് ബ്രെയിനിലെത്തിയതും അവിടെ ക്ലോട്ടായതും. പിന്നീട് ഇവിടെയും ഇവിടെയും. തലയിൽ ഇവിടെയും ഈ ഭാഗത്തുമേറ്റ അടിയുടെ ആഴത്തിലുള്ള മുറിവാണ് മരണത്തിന് കാരണം. ഈ അടുത്ത കാലത്തെ ആലപ്പുഴയും സ്ഥലം മാറി വന്നാണ്. ഓ, അതിൻ്റെ ഒരു പരിചയക്കറവാണ്. രാമേന്ദ്ര, തനിക്കറിയില്ലേ എൻ്റെ കാര്യം? അതുകൊണ്ടല്ലേ ഞാൻ വരുന്നതിന് മുമ്പേ റിപ്പോർട്ട് എഴുതാൻ തന്നെ നേരത്തെ പറഞ്ഞു വിട്ടത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വിപിനും സന്ധ്യയും റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് കാണാൻ സംഭവ സ്ഥലത്ത് വന്ന് നിന്നു. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് കാണാനോ? അതെന്താ ഇപ്പം ഇത്ര കാണാൻ? അതിനടുത്തൊരു ബൈക്കിൽ 2 ചെറുപ്പക്കാർ വന്ന് നിൽക്കുകയും അതിലൊരാൾ വിപിനെ ആക്രമിക്കുകയും അതുവഴി വന്ന മറ്റൊരാൾ അവരെ രക്ഷിക്കുകയും അക്രമിയെ പിടികൂടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് എനിക്കൊന്നും അറിയില്ല. പെട്ടെന്നുണ്ടായ ഷോക്കിൽ ഞാൻ ആകെ തകർന്നു പോയി. എന്താ ചെയ്യണ്ടെന്ന് അറിയാതെ വരച്ചു നിൽക്കായിരുന്നു ഞാൻ. അല്ല, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് കാണാൻ നിങ്ങൾ എന്താ ആളും വിളിച്ചൊന്നുമില്ലാത്ത ഇരുട്ടത്ത് പോയെന്ന്? എന്താ അവിടെ നിൽക്കാൻ പാടില്ല നിയമമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് അവിടെ നിൽക്കണമെന്ന് തോന്നി, നിന്നു. ഓക്കെ ഓക്കെ, സോറി, പോലീസ് പ്രൊസീജിയർ. സാറടെ വന്നോണ്ടാ, അല്ലെങ്കിൽ നായിന്റെ മുളകൊണ്ട് മുഴുവൻ പറയിപ്പിച്ചേ. രാമേന്ദ്ര, സോറി സർ. അവരെ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തക്ക തെളിവൊന്നും അവർക്കെതിരെ നമ്മുടെ പക്കലില്ലല്ലോ. പിന്നെന്തിനാ താൻ ഇത്തരം കടുത്ത പ്രയോഗങ്ങൾ നടത്തുന്നേ? അവരെ രക്ഷിച്ചു എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, ഡീറ്റെയിൽസ് കയ്യിലില്ലേ? അയാളെ ഒന്ന് കണ്ടു കളയാം. ഓക്കെ സർ. അതെ രാമേന്ദ്ര. സർ, റാം. എൻ്റെ അച്ഛനും അമ്മയുടെ പേരല്ലേ രാമേന്ദ്രൻ? അതിനെന്താ കുഴപ്പം? വേണ്ട സർ. കഴിച്ചു. പണി പാളി. സന്ധ്യ പറയുന്നത് നീ വിപിനോടുള്ള എന്തോ വൈരാഗ്യത്തിന് ചെയ്തതാണെന്നാ. അവൾക്കെതിരെ ഒരു പ്രൂഫും ഇല്ല. അവള് സുഖമായിട്ട് ഊരിപ്പോരും. തൻ്റെ കാര്യമാ കഷ്ടം. ഇത്ര ചെറുപ്പത്തിലെ വിപിനെ കൊല്ലാൻ മാത്രം തനിക്ക് അവനോട് എന്ത് വൈരാഗ്യമാണ് ഉണ്ടായിരുന്നത്? പ്രശ്നമാണ്. കോടതി, ശിക്ഷ, ജയിൽ, കഷ്ടപ്പെടും. മനസ്സിലുള്ള വിഷമം ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ വലിയ ആശ്വാസമാണ്. സാർ ഞാൻ ചെയ്തത് ഏറ്റവും സന്ധ്യ
Hey, what the heck? അതെ, ഇതിൽ ഇൻകമിങ് മാത്രമേ ഉള്ളൂ, ഔട്ട് ഗോയിങ് ഇല്ല. ഞാൻ വേണ്ട വേണ്ട 100 വട്ടം പറഞ്ഞതാ. അവനെ കൊന്നാൽ എനിക്ക് അവളെ കെട്ടാൻ പറ്റുമെന്ന് പറഞ്ഞ് അവളെ നിർബന്ധിച്ച് എന്നെ കുട്ടി ചെയ്യിച്ചതാ. അല്ലാതെ ഞാൻ മനസ്സറിച്ച് ചെയ്തതല്ല സാറേ. കുട്ടിക്ക് വേണ്ടിയുള്ള ദൈവം ഞാൻ ഒരുത്തരെ കൊന്നത്. അവളല്ല പ്ലാൻ ചെയ്ത് അവനെ എയർപോർട്ടിന് അവിടെ കൊണ്ടുവരാമെന്ന്, ആ സ്പോട്ടിൽ നിർത്താമെന്നല്ല അവളെ പറഞ്ഞു. അതനുസരിച്ച ഞാൻ അവിടെ എത്തിയത്. അവൾക്ക് വേണ്ടി സാർ ഞാൻ ഇതൊക്കെ ചെയ്തത്. എന്റെ തടി കുറച്ച് കുറഞ്ഞിട്ടുണ്ടല്ലേ? കുറഞ്ഞിട്ടുണ്ടോ? കുറച്ച് കുറച്ച്. കുറച്ചൊന്നും അല്ല എൻ്റെ പൊന്ന് അലക്സേ. ഈ കേസ് തുടങ്ങിയപ്പോൾ മുതലുള്ള ടെൻഷനാ. റിട്ടയേർഡ് ജഡ്ജിന്റെ മോനായതുകൊണ്ട് മോളിൽ നിന്ന് വല്ലാത്ത പ്രഷറായിരുന്നു. ആ ചെക്കനെ വെച്ച് ഈ കേസ് ക്ലോസ് ചെയ്യാമായിരുന്നു. ഈ കേസിൽ ആ പെൺകുട്ടിയുടെ ഇൻവോൾവ്മെന്റ് കണ്ടുപിടിച്ചത് തൻ്റെ ബ്രില്യൻസ് തന്നെ. ഇനി നമ്മളെ തോണ്ടാൻ ഒരു CBIയോ ഒരു ക്രൈം ബ്രാഞ്ചോ വരില്ലല്ലോ. എന്തായാലും തനിക്കൊരു പ്രമോഷൻ ഉറപ്പാ. സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയൂ. ഞാൻ റിസൈൻ ചെയ്താലോ എന്ന് ആലോചിക്കുക. റിസൈൻ ചെയ്യുകയോ? ഇത്രയും നല്ല സർവീസ് റെക്കോർഡും പ്രമോഷൻ ചാൻസുമുള്ള ഈ സമയത്തോ? തനിക്കെന്താ വട്ടായോ? വട്ടായി സാർ. ഒരുതരം മടുപ്പ്. ഇനി നാട്ടിൽ ചെന്ന അമ്മയോടൊപ്പം പറമ്പും കൃഷിയൊക്കെ ആയി സ്വസ്ഥമായിട്ടിരിക്കാനാണ് മനസ്സ് പറയുന്നത്. എടോ, തൻ്റെ കമ്മിറ്റ്മെൻറ്റും ഹാർഡ് വർക്കും ബുദ്ധിയും ചേർന്നാണ് താൻ ഏറ്റെടുത്ത കേസുകളെല്ലാം തെളിയിക്കുന്നത്. കേരള പോലീസിലെ ഏറ്റവും ധീരനായ ഒരു ഓഫീസറാണ് താൻ. ആൻ അസറ്റ് ടു ദ ഫോഴ്സ്. തനിക്ക് വേറെന്തോ പ്രശ്നമുണ്ട്. എന്താണെങ്കിലും പറയേ, പോംവഴിയുണ്ടല്ലോ. അല്ലാതെ റിസൈൻ ചെയ്യല്ല വേണ്ടത്. പറയേ, എന്താ തന്റെ പ്രോബ്ലം? അല്ല, സാറെന്താ യഥാർത്ഥ കാരണം പറയണ്ടെങ്കിൽ പോന്ന്?